നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്നത് IPL ഫൈനലിന് വേണ്ടിയിട്ടാണ്. RCBയും ഗുജറാത്ത് ടൈറ്റൻസും പോരിനിറങ്ങാൻ പോകുന്നു. പക്ഷേ ഫുട്ബോൾ ലോകത്തെ ആവേശകരമാക്കിയ, ആഴ്സണൽ ആരാധകരെ നിരാശരാക്കിയ ഒരു മത്സരം, ഒരു കലാശ പോരാട്ടം കഴിഞ്ഞ ദിവസം നടന്നു. യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ബാക്ക് ടു ബാക്ക് PSG സ്വന്തമാക്കുന്ന ആവേശ കാഴ്ച കണ്ടു. ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് കണ്ടു. എനിക്കിപ്പം സമീർ ബിലാക്കലും MSKയും ചേർന്നു. ആദ്യം സമീറിലേക്ക് പോകാം. നമ്മൾ IPL തൽക്കാലം ഒന്ന് തിരിച്ചെത്താം. ആദ്യം ഫുട്ബോൾ ആവേശത്തിലേക്ക്. സമീർ, ഇന്നലെ മത്സരം പൂർണ്ണമായിട്ടും കണ്ടു. നിരാശയാണോ ആവേശമായിരുന്നോ മത്സര ഫലത്തിനൊടുവിൽ? കാരണം അതിഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് കണ്ടു, അവസാനം അതിൻ്റെ പാരമ്യത്തിൽ ഷൂട്ടൗട്ടും കണ്ടു. ആഴ്സണൽ അവരുടെ കാത്തിരിപ്പ്, 20 വർഷം നീണ്ട കാത്തിരിപ്പ്, അത് സാധ്യമാകുന്നില്ല. PSG തുടർച്ചയായിട്ട് 2ാം തവണയും ജയിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനു മുമ്പ് PSG ഇത് തുടർച്ചയായിട്ട് 2ാം സീസണിലാണ് കിരീടം നേടുന്നത്. പണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു കണ്ടന്റ് ടീമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു യൂറോപ്പിലെ ഒരു തുടർഭരണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കളി ഡിസർവ് ചെയ്തിരുന്നതും ഒരു പക്ഷേ PSG ആയിരുന്നു. കാരണം സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 72% പന്ത് കൈവശം വെച്ചിരുന്നത് PSG ആയിരുന്നു. ഇമോഷണലി നമുക്ക് ഒരു പക്ഷേ ആഴ്സണൽ വിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. കാരണം 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പടിക്കുന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും കൂടി കിട്ടിയാൽ അത് ഒരു പൂർണ്ണതയായി. പക്ഷേ ഒരു ചാമ്പ്യൻ ടീം എന്നുള്ള രീതിയിൽ PSG നന്നായിട്ട് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആഴ്സണലാണ് അപ്രതീക്ഷിതമായിട്ട് ആദ്യ ഗോൾ നേടുന്നത്. 5ാം മിനിറ്റിലെ ഹാവേർട്സ് ഗോൾ നേടുന്നു. പക്ഷെ അതിനുശേഷം ആഴ്സണൽ ഒരു ഓർഗനൈസ്ഡ് ഡിഫൻസിലേക്ക് മാറുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ അതേസമയം ലൂയിസ് എൻറിക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി എന്നോണം വളരെ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുന്നു. നിരന്തരം മുന്നേറ്റങ്ങൾ നടത്തുന്നു. അത് അവസാനം ഒരു 65ാം മിനിറ്റിൽ ഡെംബലയുടെ ഒരു പെനാൽറ്റി ഗോളിലൂടെ 2ാം പകുതിയിൽ ഗോൾ മടക്കുന്നുണ്ട്. ആ ഗോൾ ആ പെനാൽറ്റി നേടിയെടുക്കുന്നത് വരെ PSG ഒരു സ്ട്രാറ്റജി ആയിരുന്നു. കൊറസ്കേലിയ ബോക്സിൽ വീണതിനാണ് കിട്ടിയത്. അപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോഴും ആഴ്സണൽ താരങ്ങൾക്ക് അത്രമാത്രം ഒരു ആത്മവിശ്വാസമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അതേസമയം PSG വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ 5 കിക്കുകൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡേവിഡ് റിയ ഒരു കിക്ക് തടുത്തെങ്കിൽ പോലും ആഴ്സണലിൻ്റെ 2 താരങ്ങൾ പുറത്തേക്ക് അടിക്കുന്നു. അങ്ങനെ PSG കിരീടം ചൂടുന്നു. അപ്പോൾ PSG അപ്രമാദിത്യം തന്നെയാണ് മത്സരത്തിലും കണ്ടത്. ആഴ്സണൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് പറയാം. UEFA ചാമ്പ്യൻസ് ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഏറിയ പങ്കും പ്രീമിയർ ലീഗ് ടീമുകളും അല്ലെങ്കിൽ ലാ ലീഗ ടീമുകളും ആധിപത്യം പുലർത്തിയിട്ടുള്ളൊരു പോരാട്ട വേദിയാണ് യൂറോപ്പിൻ്റെ കിരീടം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇതിനു മുമ്പ് PSG മുമ്പ് റയൽ മാഡ്രിഡാണ് തുടരെ 2 തവണ. അവർ 3 തവണ നേടിയിട്ടുണ്ട്. 16, 17, 18 തോന്നുന്നു. അതിനുശേഷം, അതായത് UEFA ചാമ്പ്യൻസ് ലീഗ് പേര് മാറ്റിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ടീം ബാക്ക് ടു ബാക്ക് കപ്പടിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് PSG ഫ്രഞ്ച് ലീഗ് 1 എന്ന് പറയുന്ന ലീഗ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ലോക ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് വലുതായിട്ട് അവരുടെ ഓപ്ഷൻസിൽ ഇല്ലാതിരുന്ന ഒരു ലീഗായിരുന്നു അത്. അവിടേക്ക് മെസ്സി അടക്കമുള്ളവർ വരുന്നതോടുകൂടിയാണ് ആ ലീഗിന് കുറച്ചുകൂടി വിസിബിലിറ്റി ലഭിക്കുന്നതും കാര്യങ്ങൾ മാറുന്നതും. PSG സംബന്ധിച്ച് അവിടെ ഒരു നഷ്ടം എനിക്ക് തോന്നുന്നത് ഒരു ട്രോളായിട്ട് ഞാൻ കണ്ടതാണ്. അത് ചാമ്പ്യൻസ് ലീഗ് കിരീടം വേണമെന്ന് ആഗ്രഹിച്ച് എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു. പക്ഷേ അദ്ദേഹം പോയതിനു ശേഷം തുടരെ 2 ടീമുകളിൽ PSG കിരീടം അടിക്കുകയാണ്. എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകുന്നൊരു മാജിക് എന്ന് പറഞ്ഞ ഒരു PSG ഓണർ പറയുകയാണെങ്കിൽ ഒരുപാട് കോടികൾ കൊടുത്ത്, മില്യണുകൾ കൊടുത്ത് മെസ്സി, നെയ്മർ, എംബാപ്പെ അവരൊക്കെ കൊണ്ടുവന്ന ഒരു ടീമായിരുന്നു PSG എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് നേടാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ. വളരെ എബവ് ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന താരത്തിളക്കമുള്ള താരങ്ങളൊക്കെ ഒരു പക്ഷേ കുറവായിരിക്കും. പക്ഷെ ഒരു കൂട്ടായ ടീം വർക്കാണ് ഇപ്പോൾ PSG വർക്ക് ചെയ്യുന്നത്. അതിൽ ലൂയിസ് എൻറിക്കയുടെ ഒരു റോള് വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും. ഏതായാലും നിരാശ, കാത്തിരിപ്പിനൊടുവിൽ അവരെന്തായാലും ഒരു കിരീടം വാങ്ങി. 20 വർഷത്തിന് ശേഷം ഒരു കിരീടം നേട്ടം എന്നൊക്കെ പറയുന്നത് MSK എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത് ആ ഒരു ആവേശം എന്തോളം ആയിരിക്കും ഒരു ടീമിനെ സംബന്ധിച്ച്. അതിപ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും. RCBയിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ.
അല്ല, ഇതിൽ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വർഷത്തിന് ശേഷം ഒരു കിരീടത്തിൻ്റെ തൊട്ടടുത്തെത്തി എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അവർക്ക് ഈ കിരീടം EPL ഓൾറെഡി നേടിയിരിക്കുന്നു. ഇത് കൂടി നേടുകയാണെങ്കിൽ അതൊരു ചരിത്ര നേട്ടമായിട്ട് മാറുമായിരുന്നു. പക്ഷേ PSG ഒരു ചാമ്പ്യൻസ് ഡിസേർവ് ചെയ്യുന്ന രൂപത്തിലാണ് കളിച്ചത്. അവർ അവസാന സമയം പോലും അവരവരുടെ ഒരു അപ്രമാദിത്യം കൃത്യമായിട്ടും ഈ കളിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ പെനാൽറ്റി നഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗബ്രിയലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അപ്പുറത്തു നിന്നും പിന്നെ PSG താരങ്ങൾ പിന്നെ കൂട്ടത്തോടെ നിൽക്കുന്നു എന്നുള്ളതൊരു ഈ മത്സരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായിരുന്നു. നമ്മൾ അങ്ങനെയുള്ള രംഗങ്ങൾ ഇപ്പം റോബർട്ടോ ബാജിയോ ഒക്കെ മുമ്പ് ഇതേപോലെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നഷ്ടപ്പെടുത്തിയതും മെസ്സി നഷ്ടപ്പെടുത്തിയതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ നേരത്തെ ഈ സമീർ സൂചിപ്പിച്ച ആൾ തന്നെയാണ് ലൂയിസ് എൻറിക്കെ എന്ന അവരുടെ ഒരു കോച്ച്. കാരണം അദ്ദേഹം ഈ 3 വർഷം അധികാരമേറ്റതിന് ശേഷം 12 കിരീടങ്ങൾ അവരുടെ ഷെൽഫിലേക്ക് വന്നു കഴിഞ്ഞു. മാത്രമല്ല പിന്നെ ബാക്ക് ടു ബാക്ക് ഈ ചാമ്പ്യൻസ് ലീഗും ലഭിച്ചിരിക്കും. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂറോപ്പിൻ്റെ രാജാക്കന്മാരാണ്. അപ്പം ബാക്ക് ടു ബാക്ക് 2 വർഷം ഇതേപോലെ യൂറോപ്പിൻ്റെ രാജാക്കന്മാരാവാൻ ഈ ടീമിനെ പരിശീലിപ്പിച്ചു എന്നുള്ളത് ഈ ലൂയിസ് എൻറിക്കയുടെ പിന്നെ പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ 12 കിരീടം എന്ന് പറയുമ്പോൾ ലീഗ് കിരീടം 3 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അതായത് 3 വർഷം അദ്ദേഹം പിന്നെ 3 വർഷമായി അദ്ദേഹം ഈ ടീമിനൊപ്പം ചേർന്നിട്ട് ഈ 3 വർഷവും ഈ PSG ഈ ലീഗ് കിരീടം ഇതിൻ്റെ ആ രാജ്യത്തെ ലീഗ് കിരീടം ഈ ടീമിനായിരുന്നു. അതുപോലെ ഫിഫ ഇൻ്റർനാഷണൽ കപ്പ് 1 പ്രാവശ്യം നേടിയിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പ് 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. കോപ്പ ദെ ഫ്രാൻസ് 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ എൻറിക്കെ എന്ന കോച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ PSG എന്ന ടീമിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എംബാപ്പയുടെ കപ്പില്ല എന്ന് പറഞ്ഞ് റയൽ മാഡ്രിഡിലേക്ക് പോയി. ഇപ്പോൾ ആ 2 വർഷവും കപ്പ് നേടി എന്നുള്ളത് ഇപ്പോൾ വലിയ രീതിയിൽ റയലിന് കപ്പില്ല എന്നുള്ളത് അവിടെ പിന്നെ ഇവർക്ക് കപ്പ് നേടി എന്നതിനൊപ്പം റയലിന് കപ്പില്ല എന്നത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം റയൽ അത്രയും താരസമ്പുഷ്ടമായ ടീമാണ്. എല്ലായ്പ്പോഴും റയൽ എപ്പോഴും താരബാഹുല്യത്താൽ ആരെ കളിപ്പിക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടീം. അതെ, അങ്ങനെയുള്ളൊരു വലിയൊരു ടീമിനൊപ്പം ചേർന്ന് പിന്നെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇവർ മാത്രമല്ല, എംബാപ്പെ മാത്രമല്ല, മെസ്സി അടക്കമുള്ള താരങ്ങൾ, നെയ്മർ അടക്കമുള്ള താരങ്ങൾ പോയപ്പോഴാണ്, അതായത് അവരുടെ ഒരു സൂപ്പർ താരനിരയുടെ സാന്നിധ്യം ഇല്ലാത്തൊരു സമയത്താണ് ഡംബലയുടെയൊക്കെ സാന്നിധ്യത്തിൽ എൻറിക്കെ എന്ന കോച്ച്. അപ്പോൾ അവിടെ കോച്ചാണ് സ്റ്റാർ, താരങ്ങളല്ല എന്നുള്ള കാര്യം അടിവരയിട്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ സൂപ്പർ താരങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം PSG എന്ന ടീമിൻ്റെ ഈ ഒരു കുതിപ്പ് എന്ന് പറയുമ്പം സൂപ്പർ താരങ്ങളല്ല മെയിൻ എന്നുള്ള ഒരു ചിത്രം കൂടി അവിടെ എഴുതി വെക്കുന്നുണ്ട്. അപ്പുറത്തുള്ള കോച്ചിനെയും, അതായത് ആഴ്സണലിൻ്റെ കോച്ചിനെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അതെ, ആർട്ടേറ്റ. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ 2 കോച്ചുമാരുടെ ശൈലി എന്നത് തന്നെയായിരുന്നു ഈ മത്സരത്തിന് മുമ്പ് വരെ ഈ പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താവും എന്ന രീതിയിൽ പലരും എണ്ണിയിരുന്നത്. അപ്പോൾ ആഴ്സണൽ വേഴ്സസ് PSG മത്സരം എന്ന് പറയുമ്പോൾ ഈ സമീർ പറയുന്ന പോലെ അത്രയും പിന്നെ ഒരു ടീമിൻ്റെ ഡൊമിനേഷൻ ആണെങ്കിൽ കൂടിയും ഏത് സമയത്തും ആഴ്സണൽ തിരിച്ചു വരും എന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം ആഴ്സണലാണ് ഫസ്റ്റ് ഗോൾ അടിച്ചത്. 5 മിനിറ്റിൽ ഗോൾ അടിച്ചു. 5 മിനിറ്റിൽ ഗോൾ അടിച്ച ഒരു ടീം ഒരു ഫൈനൽ പോലുള്ള ഒരു സമയത്ത് അവർക്ക് ആ ഗോളിൽ പിന്നെ തൂങ്ങി നിൽക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപക്ഷെ ഒരു സമയത്ത് ആഴ്സണൽ അതിനായിരുന്നു ശ്രമിച്ചിരുന്നെന്ന് തോന്നുന്നു. പിന്നീടാണോ പ്രശ്നമാവുക, അതായത് ഒരു ഗോൾ ലീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നിലേക്ക് വരുന്നത്. അതായത് സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ ഷോട്ടുകളൊക്കെ പോയിട്ടുള്ളത് മറുഭാഗത്ത് നിന്നാണ്. അത് ആഴ്സണലിന്റെ ഭാഗത്ത് നിന്ന് അത്ര ഒരു ശ്രമം കാണുന്നില്ല. അതായത് ആദ്യ ഗോളിൽ കടിച്ചു തൂങ്ങി നിന്ന് അവസാനം വരെ മുന്നോട്ട് പോകാനുള്ള ശ്രമം തിരിച്ചടിച്ചോ? ഓർഗനൈസ്ഡ് ഡിഫൻസ് തന്നെയായിരുന്നു ആഴ്സണൽ എടുത്ത രീതി എന്ന് പറഞ്ഞ്. പക്ഷെ മറുവശത്ത് അങ്ങനെ ഡിഫൻസിനെയും മറിച്ചിടാൻ പറ്റുന്ന ഒരു ടീമാണുള്ളത്. ഡെമ്പലെ, കറസ്കേലിയ, ആരാണെങ്കിലും അതൊരു വലിയൊരു ടീമാണ്. സോ അത് തന്നെയായിരിക്കും തിരിച്ചടിച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ ലൂയിസ് എൻറിക്കെ നടത്തിയ മാറ്റങ്ങളൊക്കെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. അവസാന സമയമാകുമ്പോഴേക്ക് PSG ആഴ്സണലിൻ്റെ ബോക്സിൽ തന്നെയായിരുന്നു. ഏകദേശം 19ഓളം ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം പോലും ആഴ്സണൽ അടിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് വന്നപ്പോഴാണ് ആഴ്സണൽ ഒരു ജീവൻ വീണ്ടെടുത്തത്. പക്ഷേ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി നിലനിർത്തി എന്നുള്ളതാണ് PSG ഒരു മുൻതൂക്കമായിട്ട് കണ്ടത്. ഭാവിയിലും പാരീസ് ഭരിക്കും ആയിരിക്കും യൂറോപ്യൻ ഫുട്ബോൾ. ഒരു കാര്യം കൂടി, നമ്മൾ കഴിഞ്ഞ തവണ ഇവർ ചാമ്പ്യൻ പട്ടം EPL ജയിച്ച സമയത്ത് പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഗണ്ണേഴ്സിൻ്റെ തിരിച്ചുവരവിനെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്താൻ കഴിയുക? കാരണം ആഴ്സൺ വെങ്കറുടെ ഒഴിഞ്ഞതിന് ശേഷം അവർ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ദീർഘനാൾ ആ ടീമിനെ പരിശീലിപ്പിച്ച് സ്വന്തം കുട്ടികളെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു പരിശീലകൻ, ആ പരിശീലകൻ്റെ പേരിൽ ഒരു ടീം അറിയപ്പെടുന്ന ഒരു കാഴ്ച, അങ്ങനെയൊക്കെയുള്ള വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ആഴ്സണലിനെ സംബന്ധിച്ച് ഓരോ സീസണിലും തുടക്കം ഗംഭീരമായിരിക്കും, പക്ഷേ പിന്നെ തകർന്നു പോയി ഏറ്റവും ഒടുവിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത സീസണുകളായിട്ട് അവർ
ആദ്യ 3 സ്ഥാനങ്ങളിലൊക്കെ മാറിയും തിരിഞ്ഞു വന്നു, ഒരു ഘട്ടത്തിൽ കിരീടത്തിലേക്ക് വരുന്നു, ഇപ്പോൾ അതവർ സാധിക്കുന്നു. ആ ഒരു ഫോം അതിൻ്റെ അവരുടെ ഒരു ടീം മാറിയ മാറ്റം എങ്ങനെയായിരിക്കും? ഒരു ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നുള്ളതാണ് ഈ ആഴ്സണലിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുക. കാരണം അർട്ടേറ്റ ഒരുപാട് കാലമായിട്ട് 2, 3, 4 2 തുടർച്ചയായിട്ട് കഴിഞ്ഞ 2 സീസണുകളിൽ 2ാം സ്ഥാനത്തെത്തുന്നു, അതിനു മുമ്പ് 3ാം സ്ഥാനത്തെത്തുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ആദ്യ സ്ഥാനങ്ങളിൽ അവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പല സമയത്തും കിരീടം അവർക്ക് നേടാൻ പറ്റുന്നില്ല. പക്ഷേ ആർട്ടേറ്റയിൽ മാനേജ്മെൻറ്റ് വിശ്വാസം അർപ്പിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വിജയിച്ചത് എന്ന് പറയാം. അപ്പോൾ ഇനി ഒരു പക്ഷേ ആഴ്സണൽ എപ്പോഴും ഒരു ചാമ്പ്യൻ ടീമായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. സിറ്റിക്ക് ഒരു വലിയ പ്രതിസന്ധി അപ്പുറത്തുണ്ട്. ഗാർഡിയോള എന്ന് പറയുന്ന അവരുടെ വിഖ്യാത പരിശീലകൻ ഇല്ല. അപ്പോൾ ഒരു പക്ഷേ ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർട്ടേറ്റയുടെ ഒരു കാലം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ബുഡാപെസ്റ്റിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്ക്. ഇതിനിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കപ്പടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അക്രമാസക്തമായിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടം എന്നുള്ളത് ഫ്രാൻസിലെ കാണികളാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഫ്രാൻസിൽ ബാമി ആർമിയൊക്കെ ഉണ്ട്. ബാമി ആർമിയേക്കാൾ ഒരുപടി മുകളിൽ ഈ ഫ്രാൻസിലെ ആരാധക കൂട്ടം ആഘോഷിക്കുന്നതും അതും ഇപ്പോൾ ഒരു വാർത്തയായിട്ട് നിൽക്കുകയാണ്. അതായത് ഇപ്പം തന്നെ ഒരുപാട് വാഹനങ്ങൾ കത്തിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതായത് 500ഓളം ആൾക്കാരൊക്കെ അറസ്റ്റിലായി എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ PSG എന്ന ടീം കപ്പടിക്കുന്നു, അതിനൊപ്പം ആഘോഷം ഇത്രയും വൈൽഡായിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമാണെന്ന് തോന്നുന്നു. അവിടെ ഞാൻ RCB ആയിട്ട് കണക്ട് ചെയ്യാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ആ ദുരന്തം അവർ മുൻകൈയെടുത്ത് അത്തരം സാധ്യതകൾ ഉണ്ടാകരുതെന്ന് മുൻകൈ എടുക്കുന്ന പോലെ PSG മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു നടപടി എടുക്കട്ടെ എന്നവർ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബുഡാപെസ്റ്റിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു കണക്കാണ്. അതായത് ദീർഘനാൾ ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരുന്നതിന് ശേഷം കിരീടം നേടിയിട്ടുള്ള ഒരു ടീം അവർ ഭാഗത്ത് നിൽക്കുന്നു. ആരാധകർ ആ അർത്ഥത്തിൽ ഒരു വലിയ ആവേശത്തിലല്ല എന്ന് തോന്നുന്നു പൊതുവിൽ RCB. അതായത് നേടാണ്ടായിരുന്ന കാര്യം നേടി, പക്ഷേ ഇനിയിപ്പോൾ PSG ചെയ്ത പോലെ ബാക്ക് ടു ബാക്ക് കപ്പടിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ആകാംക്ഷയുള്ളത്. RCBക്ക് ഒരു ചെറിയ എഡ്ജ് നൽകുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഹോം ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യത്തിൽ കളിക്കുന്ന ഗുജറാത്താണ് ഫൈനലിൽ ഇറങ്ങുന്നത്. ആ ഫൈനലിൽ അവർ നേരത്തെ തോൽപ്പിച്ചിട്ടുമുണ്ട് RCB എന്നുള്ളത് ഒരു ഘടകമാണ്. അപ്പോൾ ഫൈനലിലേക്ക് വരുമ്പോൾ ആർക്കൊപ്പമാണ് സാധ്യതകൾ? ഫൈനലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ RCBയെ വേണമെങ്കിൽ ഇതേപോലെ തന്നെ ആഴ്സണലായിട്ട് കണക്ട് ചെയ്യാം. 22 വർഷത്തിന് ശേഷം EPL കിരീടം നേടുന്നു. 18 വർഷത്തിന് ശേഷം RCB കഴിഞ്ഞ വർഷം കപ്പടിക്കുന്നു. ഇതിലേക്ക് വരുന്ന സമയത്ത് ഐ തിങ്ക് ഗുജറാത്തിനാണ് കുറച്ചുകൂടി മുൻതൂക്കം തോന്നുന്നു. കാരണം ഗുജറാത്ത് രസകരമായൊരു കാര്യം എന്നുള്ളത്, ഗുജറാത്ത് ആദ്യ മത്സരം തോറ്റു എന്നുള്ളതും, ആദ്യ മത്സരം തോൽക്കുന്നു RCBക്കെതിരെ. RCB സ്ട്രൈറ്റ് ഫൈനലിലേക്ക് എത്തുന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഗുജറാത്തിനൊരു മത്സരം കൂടി എക്സ്ട്രാ ലഭിക്കുന്നു. ആ മത്സരത്തിൽ അവരുടെ ശക്തി മുഴുവനും അവർ പ്രദർശിപ്പിക്കുന്നു. അപ്പം ഒരു മത്സരത്തിൽ ഓഫായപ്പോൾ അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വന്ന ചരിത്രം ഗുജറാത്തിനുണ്ട്. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ മത്സരത്തിലടക്കം കണ്ടു. നമുക്കൊരിക്കലും അത് ഈ കഴിഞ്ഞ മത്സരത്തിന് ശേഷമുള്ള ഏറ്റവും രസകരമായ ഒരു ട്രോൾ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഇപ്പം ഹിറ്റാവാൻ പോകുന്നൊരു ട്രോൾ ഐറ്റങ്ങളിലൊന്ന് ഫെവിക്കോളാണ് എന്ന രീതിയിലുള്ള ട്രോളുകളുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ സായി സുദർശൻ കണ്ടിന്യൂസ് ആയി 2 പ്രാവശ്യം ഹിറ്റ് വിക്കറ്റായ മത്സരങ്ങൾ നമ്മൾ കണ്ടു. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൈ ഫെവിക്കോൾ വെച്ചിട്ട് ആ ബാറ്റുമായിട്ട് ഒട്ടിക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ട്രോളുകൾക്ക് അപ്പുറം സായി സുദർശൻ എന്ന താരം ഗുജറാത്ത് നൽകുന്ന ഒരു അപ്പർ എഡ്ജ് ഈ ടൂർണമെൻറ്റിൽ ആകെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷവും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കളി അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വളരെ സ്കോറിങ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ ഒരു താരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതേപോലെ എല്ലാ മത്സരങ്ങളിലും 50+ സ്കോർ നേടുകയാണെങ്കിൽ ആ ടീം വിജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതായത് ഒരാൾ അങ്ങനെ കളിക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കും അത് ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡപ്പ് ചെയ്യപ്പെടുകയാണ്. ശുഭ്മാൻ ഗിൽ പ്ലസ് സായി സുദർശൻ എന്ന ഈ ഓപ്പണിംഗ് സഖ്യം ഒരുപക്ഷെ കഴിഞ്ഞ 3 സീസണുകളിലും ഗുജറാത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യമായിരുന്നു. സായി സുദർശൻ കപ്പടിച്ച ആ ഒരു സീസണിലടക്കം അദ്ദേഹം ഗുജറാത്ത് കപ്പടിച്ച സീസണിലടക്കം അദ്ദേഹം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സീസണിൽ നോക്കുമ്പോൾ ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടത്തിനെയാണ് ഗുജറാത്തിന് ഏറ്റവും മുൻതൂക്കം നൽകുന്നത്. അപ്പം അവരുടെ തിരിച്ചുവരവ് എന്ന രീതിയിൽ RCB ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് മത്സരമൊക്കെ ജയിച്ച് ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും. പക്ഷേ ഗുജറാത്ത് കഴിഞ്ഞ മത്സരം കളിച്ച് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, വാമപ്പൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഈ കളിക്കാൻ വരുന്നത്. അപ്പോൾ ഗുജറാത്തിൻ്റെ എല്ലാവരും ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ബോളിംഗ് ആണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ബോളിങ്ങും കഴിഞ്ഞ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി അടിച്ചു തകർക്കുമ്പോൾ പോലും തുടക്കത്തിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായ പ്ലാനുകൾ ഇവർക്കുണ്ടായിരുന്നു. നമ്മൾ
വൈഭവ് സൂര്യവംശിയുടെ അത് വിമർശനം നേടുന്നുണ്ട്. ബോഡി ലൈൻ പന്തുകൾ എറിഞ്ഞു എന്നുള്ളത് വിമർശനം നേടുന്നു. അതൊരു പ്ലാനാണ്. അതൊരു ബോഡി ലൈൻ പന്തുകൾ എറിയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കൊടുക്കാം എന്നുള്ള പ്ലാൻ അവർ കൃത്യമായിട്ട് സിറാജ് അടക്കമുള്ള താരങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അപ്പം ബോഡി ലൈൻ എന്നുള്ളത് ഒരു തവണ ആശങ്കയും ഉണ്ടാക്കി. റബാഡയുടെ പന്ത് തലയിലിരിക്കുമ്പോൾ ഹെൽമെറ്റിലിരിക്കുന്നത് 15-കാരനെതിരെ നമുക്ക് പക്ഷേ 15-കാരൻ എന്നുള്ളതിന്റെ പോസിബിലിറ്റി അല്ല. പോസിബിലിറ്റി അല്ല. കളിയിൽ നമുക്ക് വയസ്സും മറ്റൊന്നും കൂടെ ബോഡി ലൈൻ ആണെങ്കിലും അവർ അങ്ങനെ ബോഡി ലൈന് പിന്നെ അത് അംഗീകൃത ഡെലിവറിയാണ്, ബീമറൊന്നുമല്ലല്ലോ എറിയുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ആ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ പിന്നെ സിറാജൊക്കെ ഒരുപാട് ഡോട്ട് ബോളുകൾ എറിഞ്ഞിരുന്നു, റബാദേവ് എറിഞ്ഞിരുന്നു. അപ്പം ആ ഒരു ലൈനിലേക്ക് വരുമ്പോൾ ബോളിംഗ് രണ്ട് ടീമിൻ്റെയും ഏതാണ്ട് ശക്തമാണ്. പക്ഷേ RCB അപേക്ഷിച്ച് നോക്കുമ്പോൾ RCBക്കുള്ള ഓപ്പണേഴ്സിനേക്കാൾ ഏറ്റവും മികച്ച ഓപ്പണേഴ്സ് ഉള്ളത് ഗില്ലിലും അതുപോലെ തന്നെ സായ് സുദർശനിലുമാണ്. പിന്നെ മധ്യനിരയും ഏതാണ്ട് സെറ്റിൽഡ് ആണ്. അപ്പോൾ RCBക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതിനപ്പുറം അതിനേക്കാൾ കൂടുതൽ ഗുജറാത്തിനൊപ്പം നിൽക്കുന്നു ഞാൻ. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ നമുക്ക് നേടാനുള്ളത് നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആലസ്യം ഉണ്ടാകുമല്ലോ. ആ ഒരു ആലസ്യത്തിലേക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരം ആധികാരികമായി ജയിച്ചതിൻ്റെ ഓവർ ആത്മവിശ്വാസത്തിൽ ബംഗളൂരിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് അവർക്കൊരു തോൽവിക്കുള്ള സാധ്യത അവിടെ നിൽക്കുന്നത്. മറ്റൊന്ന്, അഹമ്മദാബാദിൽ അവർ തോറ്റിട്ടുണ്ട് ഈ സീസണിൽ. അവരെ ചിന്നസ്വാമിയിൽ ആദ്യം ബംഗളൂരു ജയിക്കുന്നു ഗുജറാത്തിനെതിരെ, അത് തിരിച്ചടിക്കുന്നു. മറ്റു ഭാഗത്ത് ഏറ്റവും ഒടുവിൽ ക്വാളിഫയറിൽ അവർ തോൽക്കുകയും ചെയ്യുന്നു. നമുക്ക് ഗുജറാത്തിൻ്റെ പൊതുവിലുള്ള ചിത്രം എന്ന് പറയുന്നത് അവിടെ ആദ്യം ടോസ് ഒരു നിർണായകമാണെന്ന് പറയുമ്പോഴും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമുകളും അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകളും മാറി മാറി വിജയിച്ചിട്ടുള്ള ചരിത്രമാണ്. ഗുജറാത്തിന് അവിടെ ഒരു കൃത്യമായിട്ടൊരു എഡ്ജുണ്ട്. ശുഭ്മാൻ ഗില്ലിൻ്റെ അവിടെ മികച്ചൊരു പ്രകടനമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വേഗമേറിയ 18 പന്തിൽ 41 പറഞ്ഞത് അവിടെയാണെന്ന് തോന്നുന്നു ഈ സീസണിലെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടീം, രണ്ട് ടീമുകൾ വരുമ്പോൾ ഈ ഒരു ഘടകം എത്രത്തോളം പ്രധാനമാണ്. അതായത് ഗുജറാത്തിന് ജയിക്കാനുള്ള ആവേശമുണ്ട്, സ്വന്തം കാണികളുടെ പിന്തുണയുണ്ട്. മറുഭാഗത്ത് ഒരു വലിയ ഒരു എഡ്ജുണ്ട് എന്നുള്ള വിശ്വാസം RCBക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഫുട്ബോൾ ലോകകപ്പ് വരികയാണല്ലോ. അപ്പോൾ അർജന്റീനയുടെ അവസ്ഥ പറയുന്നത് RCBയുടെ അവസ്ഥ, ആ ഒരു ആവേശം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെ ആയിരിക്കും RCBക്ക് ഉണ്ടാവുക. അങ്ങനെ അവരുടെ മെൻറ്റാലിറ്റിയിൽ അത്ര കുറവുണ്ടാവാൻ സാധ്യതയില്ല. കാരണം കോഹ്ലിയൊക്കെ ഒരുപാട് കപ്പെടുത്ത ആളാണ്. എത്ര കപ്പെടുത്താലും ഇനിയും എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് കോഹ്ലിക്ക് സംഘത്തിനൊക്കെ ഉള്ളത്. പക്ഷേ ഗുജറാത്തിന് കുറച്ച് എഡ്ജുണ്ട് എന്ന് തോന്നുന്നു മത്സരത്തിൽ. കാരണം RCBയോട് അവർ 93 റൺസിനാണ് അവർ ക്വാളിഫയർ 1 തോൽക്കുന്നത്. പക്ഷെ അവർ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുന്നു. പക്ഷേ ക്വാളിഫയർ 1 സംഭവിച്ചാൽ RCB തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗുജറാത്തിൻ്റെ ടോപ്പ് 3 പൂട്ടാൻ പറ്റിയാൽ, അതാണല്ലോ ക്വാളിഫയർ 1 സംഭവിച്ചത്. കാരണം ഗുജറാത്തിൻ്റെ മിഡിൽ ഓവർ സിന്ധു ആണെങ്കിലും തവാട്ടി ആണെങ്കിലൊക്കെ അത്ര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നല്ല കാഴ്ചവെക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിലും മനക്കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് തവാട്ടിയ. കഴിഞ്ഞ മത്സരത്തിലും അവർ ജയത്തിന്റെ വക്കിലാണെങ്കിൽ പോലും ഒരു ചെറിയ വെല്ലുവിളി എങ്ങോട്ട് വേണമെങ്കിലും കളി മാറാൻ സാധ്യതയിൽ അദ്ദേഹം കളി ജയിപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും ടോപ്പ് 3 പിടിച്ചു കഴിഞ്ഞാൽ RCBക്ക് വിജയിക്കാമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിൽ വൈഭവ് സൂര്യവംശിയാണ് മുമ്പിൽ. ഗില്ലും സുദർശനൊക്കെ ഈ ടീം മാച്ചിനൊപ്പം തന്നെ വ്യക്തിഗത നേട്ടങ്ങൾ കൂടി പരിഗണിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു 50+ സ്കോർ. കഴിഞ്ഞ മത്സരം തോറ്റത് പോലും അവർ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയാണോ എന്നുള്ള സംശയങ്ങളുണ്ട്. ഒരു മത്സരം അധികം കിട്ടാൻ വേണ്ടി. അപ്പോൾ അവരൊരു 50+ സ്കോറൊക്കെ 2 പേര് സ്കോർ ചെയ്താൽ ആ ഒരു ഓറഞ്ച് ക്യാപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ആ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാനാണ് സാധ്യത. പിന്നെ മിഡിൽ ഓവറിലാണ് ഒരു പ്രശ്നം വരുന്നുണ്ടാവും. പക്ഷേ ഈ വിരാട് കോഹ്ലി ആണെങ്കിലും ഇപ്പോൾ ഗുജറാത്തിനെതിരെ 500 റൺസൊക്കെ നേടിയിട്ടുണ്ട് ഇതുവരെ. ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള ഒരാളാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. അപ്പോൾ വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, പിന്നെ രജത് പാട്ടിദാറിനെ നമ്മൾ മറക്കാൻ പാടില്ല. ആ ഒരു മാസ്മരിക ഇന്നിങ്സ്. പിന്നെ കൃണാൽ പാണ്ഡ്യ ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യും, ബൗൺസ് ചെയ്യും. അപ്പോൾ ഒരു ടൈറ്റായിട്ടുള്ള മാച്ച് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഈ നേരത്തെ PSG കാര്യം പറഞ്ഞ പോലെ, അപ്പം MSK പറഞ്ഞ പോലെ ഈ താരബാഹ്യമുള്ള ടീമാണോ അതോ ടീമായി കളിക്കുന്ന ടീമാണോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ക്രിക്കറ്റ് അത് പ്രസക്തം തന്നെയാണ്. ഞാൻ ഈ ബാറ്റിംഗ് കരുത്ത് പറയും, നമ്മൾ ഈ ബൗളർമാരെ മറന്നു പോരുത്. റോയൽ ചലഞ്ചേഴ്സിൻ്റെ ലൈനപ്പും മറ്റതും പരിശോധിക്കുമ്പോഴേ ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, ഡഫി, പിന്നെ റസിക് സലാമിനെ മറന്നു പോരുത്. അദ്ദേഹം 16 വിക്കറ്റുകളുമായി കളി മുന്നോട്ട് കൊണ്ടു. നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയുന്നുണ്ട്. അവരുടെ ഭാവി ഭാഗത്ത് ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷ കൂടിയായിട്ടുള്ളൊരു താരമാണ്. മറുഭാഗത്ത് നോക്കും സിറാജ്, കഗീസോ റബാഡ, പ്രസിദ്ധ് കൃഷ്ണ, ഹോൾഡർ, റാഷിദ് ഖാൻ,
അത്രയും താരനിര അവിടെ ബൗളർമാരായിട്ടുണ്ട്. അതിൽ ഈ ഗില്ലിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ആ തുടക്കഘട്ടങ്ങളിലൊക്കെ തിരിച്ചടി നേട്ടകരുത് ജേസൺ ഹോൾഡറെ ടീമിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ളൊരു തീരുമാനം അത് ആ ടീമിനെ വലുതായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ കിട്ടുന്നു, അത് നല്ലൊരു വിക്കറ്റ് എടുക്കുന്ന മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കുന്ന ഒരു ബൗളറെ കിട്ടുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ രണ്ട് ബൗളറിംഗ് നിരയെക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ ഒരു ആവറേജ് സ്കോറിംഗ് ബെറ്റർ സ്കോറിംഗായി കണക്കാക്കുന്ന 180-190 റൺസ് ആണ്. അവിടെ പിടിച്ച് 155 റൺസിന് ബംഗളൂരിനെ പിടിച്ചു കെട്ടിയ ബൗളിംഗ് നിര കൂടിയാണ് ഗുജറാത്തിൻ്റെ. അപ്പോൾ അവർ നൽകുന്ന ഒരു എഡ്ജ് എങ്ങനെയായിരുന്നു? ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരു ടീമുകൾക്ക് നൽകുന്ന ഒരു എഡ്ജ് എങ്ങനെയാണ്? ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇരു ടീമുകളുടെയും പേസ് ബോളേഴ്സ് ഏതാണ്ട് ഒരേപോലെ ശക്തമാണ്. ഇപ്പം ജേക്കബ് ഡഫി ആണെങ്കിലും ഭുവനേശ്വർ കുമാർ ആണെങ്കിലും ഹേസിൽവുഡ് ആണെങ്കിലും അവർക്ക് പിന്നെ അതേപോലെ കിടപിടിക്കുന്ന ബോളിംഗ് നിര അപ്പുറത്തുണ്ട്. സിറാജും റബാദയും അതുപോലെ പിന്നെ പ്രസിദ്ധ് കൃഷ്ണ അടക്കമുള്ള താരങ്ങളുണ്ട്. പക്ഷേ സ്പിന്നേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴാണ് അവിടെയാണ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത്. കാരണം ഈ IPL ഏറ്റവും മോശമായിട്ട് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്ത ടീം ഗുജറാത്താണ്. ഗുജറാത്ത് പലപ്പോഴും അവരുടെ സ്പിന്നേഴ്സിന് പിന്നെ ഓവറുകൾ പോലും ഇല്ലാത്ത മത്സരം ഉണ്ടായിരുന്നു. മെയിൻ സ്പിന്നേഴ്സിന് ഒരു ഓവർ കൊടുത്തിട്ട് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല റാഷിദ് ഖാൻ ഫോം ഔട്ടാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ 28 റൺസാണ് അവസാന ഓവറിൽ അദ്ദേഹം വഴങ്ങിയത്. വേൾഡ്സ് നമ്പർ 1 സ്പിന്നറാണെന്ന് ഓർക്കണം. റാഷിദ് ഖാന് പല മത്സരങ്ങളിലും ഗുജറാത്ത് 1 ഓവറും 2 ഓവറുമാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിലടക്കം അവരുടെ സ്പിന്നേഴ്സ് നോക്കുമ്പോൾ പിന്നെ വാഷിങ്ടൺ സുന്ദറിനാണ് പിന്നെയും 1 ഓവറോ 2 ഓവറോ കൊടുത്തിട്ടുള്ളത്. സായ് കിഷോർ എന്ന താരം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഓവറേ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്പിന്നേഴ്സിനേക്കാൾ കൂടുതൽ ശുഭ്മാൻ ഗിൽ ആശ്രയിക്കുന്നത് ഈ ടീമിലെ പേസർമാരെയാണ്. സ്പിന്നേഴ്സിന് വളരെ കുറഞ്ഞ ഓവറുകളെ കിട്ടുന്നുള്ളൂ. മറുവശത്താണെങ്കിൽ RCB കൃത്യമായിട്ടും മനോഹരമായിട്ട് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. സുയാഷിന് പലപ്പോഴും 4 ഓവർ കിട്ടാറുണ്ട്. കൃണാൽ പാണ്ഡ്യക്ക് സ്ഥിരമായിട്ട് 4 ഓവർ കിട്ടാറുണ്ട്. അപ്പോൾ 4 ഓവർ പിന്നെ സ്പിന്നേഴ്സിനെ ഏൽപ്പിക്കുമ്പോൾ അപ്പുറത്ത് പലപ്പോഴും സ്പിന്നേഴ്സിന് 1-2 ഓവറുകൾ കൂടി വന്ന എല്ലാ സ്പിന്നേഴ്സും കൂട്ടി ഒരു 4 ഓവർ എന്ന രീതിയിലാണ് ഗിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം അതൊരു ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഈ RCBയെ സംബന്ധിച്ചിടത്തോളം കൃണാൽ പാണ്ഡ്യ ഉള്ളതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം അദ്ദേഹം പിന്നെ ബോൾ ചെയ്യുമ്പോൾ ഒരേ സമയം പേസും സ്പിന്നൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പിന്നെ സ്പിൻ ബോളിംഗ് ആണ്. അപ്പോൾ അതൊരു കൃണാൽ പാണ്ഡ്യ ഉള്ളത് 4 ഓവറാണ്, ഷുവർ 4 ഓവറാണ്. അതിനൊപ്പം ബാറ്റിങ്ങിൽ ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിലുള്ള അഡ്വാൻറ്റേജ് അദ്ദേഹം ആ ടീമിന് നൽകുന്നുണ്ട്. അദ്ദേഹം 4-ാമനായിട്ടും 5-ാമനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ടൂർണമെന്റിൽ തന്നെ 50 അടക്കമുള്ള സ്കോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ചില പന്തുകൾ അദ്ദേഹം 80-90 എറിഞ്ഞ പന്തുകൾക്കൊപ്പം 130 എറിഞ്ഞ 130-അടുത്തൊക്കെ എറിഞ്ഞ പന്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൃണാൽ പാണ്ഡ്യ എന്നുള്ളത് RCB സംബന്ധിച്ചിടത്തോളം ഒരു ബോളർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയൊരു ഇമ്പാക്റ്റ്ഫുള്ളാണ്. അദ്ദേഹത്തെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്, അതായത് അദ്ദേഹത്തെ മാത്രമല്ല ഈ സ്പിന്നേഴ്സിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതിൽ രജത് പട്ടിദാർ എന്ന ക്യാപ്റ്റൻ ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ശുഭ്മാൻ ഗിൽ വേണ്ടത്ര സ്പിന്നേഴ്സിൽ വിശ്വാസം അർപ്പിക്കാത്ത രീതിയാണ്. അപ്പം പേസർമാർ ഏതാണ്ട് ഓക്കെയാണ്. ഈ സ്പിൻ ബോളിങ്ങിനെ എങ്ങനെ ഏത് തരത്തിൽ യൂസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഏത് തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ രണ്ട് ടീമുകളുടെയും വിജയപരാജയങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. സമീറ, ഇത് ഇപ്പം പറഞ്ഞു വന്നപ്പോൾ ഈ മത്സരം ശ്രദ്ധിക്കപ്പെടുന്ന 2 ക്യാപ്റ്റന്മാരെ സംബന്ധിച്ചു കൂടിയാകും. ഇന്ത്യയുടെ ഭാവി 2020 നായക പദവിയിലേക്കുള്ള ചർച്ചകൾ, ക്യാപ്റ്റൻ പദവിയിലേക്കുള്ള ചർച്ചകൾ സജീവമാണ് പുറത്ത്. അപ്പോൾ ഈ IPL നേടുന്ന താരത്തെ കൃത്യമായിട്ട് അവിടെ ഒരു മുൻതൂക്കം ഉറപ്പായിട്ടും സെലക്ടർമാർക്ക് നൽകേണ്ടി വരും. ശുഭ്മാൻ ഗില്ലും മറുഭാഗത്ത് രജത് പട്ടിദാറും. രജത് പട്ടിദാർ അത്ര ഹൈലൈറ്റഡ് ഒരു പേരായിരുന്നില്ല, ആഘോഷിക്കപ്പെട്ട ഒരു പേരായിരുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 33 പന്തിലെ 93 റൺസോട് കൂടി അദ്ദേഹം തികഞ്ഞൊരു ബാറ്റ്സ്മാൻ ആണ് എന്ന് കൂടി അദ്ദേഹം സ്ഥാപിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണത്തെ IPL കിരീടം നേടിക്കൊടുത്ത നായകൻ എന്നുള്ള നില കൂടി. അപ്പോൾ ഈ 2 ക്യാപ്റ്റന്മാരുടെ രീതികൾ ഒരു പക്ഷേ ഈ മികച്ച താരം വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളുടെ സാന്നിധ്യം പട്ടിദാറിൻ്റെ ഒരു സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും, മികച്ചൊരു ബൗളിംഗ് നിരയും. പക്ഷേ മറുഭാഗത്ത് ഗില്ലിൻ്റെ കാര്യം അതല്ല. അദ്ദേഹം താരതമ്യേന ഒരു യുവനിരയാണ് നയിക്കുന്നത്. ബൗളർമാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിറാജും റബാഡ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം താരതമ്യേന മികച്ച ഒരു യുവനിര, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ ചില മത്സരങ്ങളിലെ ക്യാപ്റ്റൻസി വിമർശിക്കപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ടീമിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഈ ഹോൾഡറെ ടീമിലേക്ക് കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കിരീടം ഉയർത്തുന്നവർ ഇന്ത്യൻ ടീമിൻ്റെ T20 ടീമിൻ്റെ ക്യാപ്റ്റൻ ആകും, അതാണ് ചോദ്യം. അത് എത്രത്തോളം സാധ്യതയുണ്ട്? ഗില്ലിനെ കുറിച്ച് നമുക്കറിയാം, BCCIക്ക് വളരെ അടുത്ത ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഒരു കാലത്ത് 3 ഫോർമാറ്റ് പ്ലെയർ എന്ന ഒരു ചർച്ചകളിലേക്ക് പോലും ഗില്ല് എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പടിപടിയായിട്ട് സൂര്യകുമാറിനെ മാറ്റി ഗില്ലിനെ പ്രതിഷ്ഠിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഏഷ്യ കപ്പിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമൊക്കെ കൊടുത്തിട്ട് ഗില്ലിനെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ നമ്മളടക്കം വിമർശിച്ച കാര്യമാണ്. കാരണം സഞ്ജുവിൻ്റെ സ്ഥാനമൊക്കെ നഷ്ടമായ ഒരു സമയമായിരുന്നു അത്. ഏകദേശം 2025 15 മത്സരങ്ങളിൽ നിന്ന് 200-നടുത്ത് റൺസ് മാത്രമാണ് ഗിൽ അന്ന് നേടിയിട്ടുള്ളത്.
അങ്ങനെയാണ് ഗില്ലിന് സ്ഥാനം നഷ്ടമാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള T20 ലോകകപ്പിൽ ഗില്ലിന് കളിക്കാൻ പോലും ആയിട്ടില്ല. അവിടെ നിന്നാണ് ഗില്ലിൻ്റെ ഒരു ഗംഭീര കംബാക്ക് വരുന്നത്. ഇപ്പോൾ 750-720 റൺസ് ഗില്ല് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ക്യാപ്റ്റൻസിയിലും വളരെ മികവാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ബോളർമാരുടെ കാര്യത്തിലും ഇപ്പോൾ MSK പറഞ്ഞ പോലെ സ്പിന്നർമാരെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് ആൾക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. അതിനപ്പുറം ഫീൽഡിലും ആൾ നന്നായിട്ട് മറ്റു താരങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒക്കെ ആ ഒരു ഗാലറിയിലോട് അഗ്രസീവായിട്ട് ഒരു സെലിബ്രേഷൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ഒരു മികച്ചു നിൽക്കുന്നുണ്ട്. സോ ഗില്ല് കിരീടം നേടുകയാണെങ്കിൽ സഞ്ജുവിനും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരോടൊക്കെ സാധ്യത വളരെ കുറയുന്നതായിരിക്കും. ഗിൽ തന്നെയായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. രജത് പാട്ടിദാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഏതായാലും ഇന്ത്യൻ ടീമിലേക്ക് വരുന്നുണ്ടാവില്ല. പക്ഷെ ഒരു താരമെന്ന നിലയിൽ ഒരു മൂന്നാം സ്പോട്ടിലേക്കൊക്കെ തിലകിന് പകരമൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു താരം കൂടിയാണ് രജത് പാട്ടിദാർ. രജത്തിൻ്റെ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയെ പോലെയുള്ള ഒരു സ്റ്റാർ ഉള്ള ഒരു ടീമിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇക്വേഷൻ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ താരമെന്ന നിലയിലും അത് അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ പാണ്ഡ്യക്ക് മുംബൈയിൽ സാധിക്കാത്തത് പട്ടിദാറിന് RCB സാധിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? കോഹ്ലിയെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് പാട്ടിദാറിന്റെ. അത്രയും മതി കോഹ്ലിക്കല്ലേ, അദ്ദേഹത്തെ ബഹുമാനിച്ചാൽ മതി. പക്ഷെ അപ്പുറത്ത് പാണ്ഡ്യ രോഹിത് ശർമ്മയോടോ സൂര്യകുമാർ യാദവിനോടോ ഇവൻ ബുംറയോട് പോലും ബുംറ നടത്തുന്ന ഫീൽഡ് പ്ലേസ്മെന്റിനെ ചോദ്യം ചെയ്യുന്ന ഹർദിക് പാണ്ഡ്യയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കോഹ്ലിയുടെ ഉപദേശങ്ങൾ തേടുന്ന, കോഹ്ലി പറയുന്നത് കേൾക്കുന്ന, കോഹ്ലിയെ ബഹുമാനിക്കുന്ന ഒരു രജത് പാട്ടിദാറിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ധോണി കളത്തിൽ നിൽക്കുമ്പോൾ ഋതുരാജ് ചെയ്യുന്ന അതേ ശൈലി. അപ്പോൾ അതാണ് അവിടെ വർക്കാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ മത്സരത്തിലെ ഇവർ തോൽക്കാനുണ്ടായ ഒരു പ്രധാന കാരണമെന്നല്ല, അവിടെ സംഭവിച്ചൊരു പിഴവായിട്ട് ഗുജറാത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഖുജ്റുല്യ എന്ന് പറയുന്നൊരു ഈ സീസണിൽ കളിക്കാത്തൊരു താരത്തെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയും അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയാതെ പോവുകയും അന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ MSK പറഞ്ഞതുമാണ്. ഒരു പക്ഷേ അദ്ദേഹം തിളങ്ങിയിരുന്നെങ്കിൽ അത് അദ്ദേഹം വാഴ്ത്തപ്പെടുമായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ചൂതാട്ടങ്ങൾക്കുള്ള സാധ്യത ഏതെങ്കിലും ടീം നടത്താൻ സാധ്യതയുണ്ടോ? റിസർവ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷിക്കാത്ത താരങ്ങളെ മേ ബി ഇന്നത്തെ അതിൽ RCB ഏതാണ്ട് ഒരു സെയിം 11 തന്നെ ഇറക്കാനാണ് സാധ്യത. കാരണം അവർ കുറച്ചുകൂടി സെറ്റിൽഡാണ്. ഇനിയിപ്പോൾ ഫിൽ സാൾട്ടിൻ്റെ പരിക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം പരിക്ക് മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യർ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. ഫിൽ സാൾട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ടീമായിട്ട് അത് മാറിയാണ്. അപ്പുറത്ത് പിന്നെ പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ താരത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ UCO എന്നുള്ളതും, പക്ഷെ അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ശരിക്കും അവർക്ക് പരീക്ഷിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ 7 പേരാണ് ടീമിലെ സെറ്റിൽഡ് ആയിട്ടുള്ള താരങ്ങൾ. പക്ഷെ മധ്യനിരയിൽ ഇവർക്ക് ആ രീതിയിൽ പരീക്ഷിക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് പിന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായൊരു കാര്യം, ഇഷാന്ത് ശർമ്മ അവരുടെ ടീമിലുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഡങ്കൗട്ടിലുണ്ടായിരുന്നു. ഈ പിന്നെ IPL ഏറ്റവും സീനിയർ താരങ്ങളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരം ഈ IPL ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പിന്നെ ബാക്കപ്പ് ആയിട്ടുള്ള അത്രയുള്ള ആൾക്കാർ അവർക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ കൂടിയും അവരുടെ ടോപ്പ് 3 കഴിയുകയാണെങ്കിൽ ഇപ്പം സന്ധു അടക്കമുള്ള മേ ബി സന്ധുവിനെ മാറ്റിയിട്ട് മറ്റൊരാൾ ഇറക്കാനുള്ള സാധ്യത ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ ബാറ്റിംഗ് കുറച്ചുകൂടി ഹോൾഡറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, ഓക്കെയാണ്. എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് ക്വാളിഫയറിൽ നമ്മൾ കണ്ടു, ഒരു ഘട്ടത്തിൽ അവർ തകർച്ച നേരിടുന്നൊരു സിറ്റുവേഷൻ കണ്ടു. ഒരു എക്സ്ട്രാ ബാറ്ററെ, ഒരുപക്ഷെ ഈ താരത്തെ അല്ലാതെ ഒരു എക്സ്ട്രാ ബാറ്ററെ മധ്യനിരയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് ഗുജറാത്തിന്. ഇനിയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ബാറ്റിംഗ് തകർച്ചയെ അവർ മുൻപിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ അതിനെ ഒന്ന് മറികടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഗുജറാത്തിൻ്റെ ടീമിൽ മേ ബി 1-2 ചേഞ്ചുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ അവരുടെ ഈ ഒരു ഓൾറൗണ്ടർ സ്ലോട്ടാണ്, ഒരു ബാറ്റിംഗ് സ്ലോട്ടാണ്. അത് കൃത്യമായിട്ടും അവർ പിന്നെ ഒരു ചേഞ്ച് വരുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ രജത് പട്ടീദാറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ക്യാപ്റ്റൻ ആകാൻ സാധ്യതയില്ലാന്ന്. പക്ഷേ പിന്നെ ഡയറക്റ്റ് ക്യാപ്റ്റന്മാരായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്ന ഒരുപാട് താരങ്ങളുണ്ട്. അവരുടെ പിന്നെ ആഭ്യന്തര മത്സരങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് വലിയ അനുഭവ പരിചയ സമ്പത്തൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നാഷണൽ ടീമിൽ നയിച്ച ക്യാപ്റ്റന്മാരുണ്ട്. ഇപ്പോൾ ജോർജ് ബെയ്ലി എന്ന താരം ഇതേപോലെ ഒരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഓസ്ട്രേലിയൻ ടീമിലുണ്ടായിരുന്നു. എങ്കിലും ജോർജ് ബെയ്ലി ഒരു ഇടക്കാലത്ത് ഓസ്ട്രേലിയ മാത്രം, ഇംഗ്ലണ്ടിലും നടന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും 90കളുടെ അവസാനം ആഡം ഹോളിയോക്ക് എന്നുള്ളൊരു താരം പിന്നെ ഇംഗ്ലണ്ട് ഒരു ത്രിരാഷ്ട്ര മാച്ചിൽ, എനിക്കൊന്ന് ഷാർജ കപ്പോ അങ്ങനെ ഇതൊരു കപ്പാണ്, ഷാർജ കപ്പാണോ സിംഗർ കപ്പാണോ എന്നറിയില്ല,
ഇംഗ്ലണ്ടിൻ്റെ താരമായിരുന്നു. ഒരുപാട് സീനിയർ താരങ്ങളൊക്കെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ ആഭ്യന്തര മത്സരത്തിലെ മികച്ച പെർഫോമൻസ്, കൗണ്ടി ക്രിക്കറ്റിലെ മികച്ച പെർഫോമൻസിൻ്റെ ബലത്തിൽ ഇദ്ദേഹത്തെ ക്യാപ്റ്റനാകുന്നു. അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെയുള്ള ടീമുകൾ അണിനിരുന്ന ഇന്ത്യ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു ടൂർണമെൻറ്റ്. ആ ടൂർണമെൻറ്റിൽ കിരീടം നേടിയൊരു ചരിത്രം ആ സമയത്തുണ്ട് ആഡം ഹോളിയോക്കിൻ്റെ നേതൃത്വത്തിൽ. അപ്പം രജത് പട്ടീദാറിനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ക്യാപ്റ്റൻ ആക്കാൻ സാധ്യതയില്ല, പക്ഷേ ആക്കാവുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം പറയില്ലേ ഈ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിൻ്റെ ഇപ്പം എന്താ പറയുക, ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ നമ്മൾ തന്നെ ഒരുപാട് ടാക്ടിക്സുകളിൽ ഇങ്ങനെ കീറി മുറിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. മേ ബി ആ സമയത്ത് സഞ്ജു ഇതിനേക്കാൾ നന്നായി സ്ട്രൈക്ക് റേറ്റിൽ ഇൻറ്റൻഷനോടുകൂടി ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റൻഷനെ വിമർശിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ കുറിച്ചായിരുന്നു. പക്ഷേ ഈ IPL ആദ്യ പാദം കഴിഞ്ഞ് രണ്ടാം പാദത്തിലേക്ക് എത്തിയ സമയത്ത് ആ ടീമിൽ ഏറ്റവും ഇൻറ്റൻഷനോടുകൂടി കളിച്ച താരം ഈ ഗില്ലായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലടക്കം അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമ്മൾ കണ്ടു, 190. അതെ, മാത്രമല്ല 190 സ്ട്രൈക്ക് റേറ്റിനൊപ്പം ഈ IPL സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 164 164 സ്ട്രൈക്ക് റേറ്റുള്ള ഒരു മനുഷ്യൻ ആ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു, ക്യാപ്റ്റൻസിയിലും മികച്ചു നിൽക്കുന്നു, ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നു, ഒരു കിരീടത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഗിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ ആകാനും അതുപോലെ ഇന്ത്യൻ ടീമിലേക്ക് ഒരു ഗ്രാൻഡ് തിരിച്ചുവരവും അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഞാൻ വായിച്ചതാണ്, അഹമ്മദാബാദിൽ 2 സൈസ് പിച്ചുകളുണ്ട്, റെഡ് സോയിൽ പിച്ചും ബ്ലാക്ക് സോയിൽ പിച്ചും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ബൗളിങ്ങിനെയും ഒന്ന് സ്പിന്നർമാരെയും തുണയ്ക്കുന്നതായിട്ടുള്ള പിച്ചാണ്. അതിൽ ഏത് കളി നടക്കുമെന്നുള്ളത് കൂടി ഇന്നത്തെ മത്സരത്തിൽ നിർണായകമാണ്. പിന്നെ വലിയ ബൗണ്ടറി, അതൊരു പ്രധാന ഘടകമാണ്. പ്രതീക്ഷിക്കാവുന്നൊരു സ്കോർ, അതായത് ഈ ടീമുകൾ 3 തവണ ഏറ്റുമുട്ടിയപ്പോഴും നല്ല സ്കോറുകൾ പിറന്നിട്ടുണ്ട്. ആദ്യ കളിയിൽ 205 റൺസ് ചിന്നസ്വാമിയിൽ ഗുജറാത്ത് നേടിയതിന് ശേഷമാണ് മറ്റൊരു ചേസ് ചെയ്ത് ജയിക്കുന്നത്, ബംഗളൂരു ജയിക്കുന്നത്. അതേപോലെ സ്വന്തം തട്ടകത്തിൽ പക്ഷേ RCBയെ 155 റൺസിൽ പുറത്താക്കുന്നുണ്ട് ഗുജറാത്ത്. പക്ഷേ ക്വാളിഫയറിലേക്ക് വന്നപ്പോൾ അത് പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോകുന്നൊരു സ്കോറിംഗ് കണ്ടു. 254 ബാംഗ്ലൂരിൻ്റെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കണ്ടു. അത് സാഹചര്യങ്ങളാണല്ലോ, ധർമ്മശാലയിലെ പിച്ചായിരിക്കണമെന്നില്ല അഹമ്മദാബാദിൽ എന്നുള്ളത്. പക്ഷേ പ്രതീക്ഷിക്കാവുന്നൊരു സ്കോർ എത്രയാണ്? അതായത് ആവറേജ് ഒരു 180 195 സേഫാണ് അഹമ്മദാബാദിൽ എന്ന് പറയുമ്പോഴും ഇന്നത്തെ ഫൈനലിൽ അത് മതിയാകുമോ? അത് ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യുമെന്നുള്ള കാര്യം, ഡ്യൂ ഫാക്ടർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് എടുക്കാനാണ് സാധ്യത കൂടുതലും. എങ്കിലും ചേസ് ചെയ്തും ഒക്കെ ജയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ടീമുകൾ. ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു സ്കോർ, സുരക്ഷിതമായ സ്കോർ എങ്ങനെയാണ് സമീറെ? സുരക്ഷിതമായ സ്കോർ 150 ഒക്കെയാണ് അവിടെ പറയാറുള്ളത്. പക്ഷേ ഫൈനലാണ്, വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഒരു മാച്ചാണ്. ഒരു 220 ആയിരിക്കും സുരക്ഷിതമായ ഒരു സ്കോർ എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ആദ്യം ടോസ് ലഭിക്കുന്നവർ ബാറ്റിംഗ് തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക, ഡ്യൂ ഫാക്ടർ അടക്കമുള്ള സമയത്ത്. ഗുജറാത്ത് ആണെങ്കിലും ഗിൽ, സായി സുദർശൻ ഒരു 10 ഓവർ വരെ നിന്നാൽ അവർക്ക് 200 മറികടക്കാവുന്നതേ ഉള്ളൂ. RCB ആണെങ്കിലും വിരാട് കോഹ്ലിയും പടിക്കലും പിന്നെ രജത് പാട്ടീദാറും ഫോമിലേക്ക് എത്തിയാൽ 200 മറികടക്കാവുന്നേ ഉള്ളൂ. ഒരു 220 ആണെങ്കിൽ സേഫാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ബാറ്റ് ചെയ്യുന്നവരായിരിക്കോ, ആദ്യം ബാറ്റ് ചെയ്യുന്നവരായിരിക്കോ ജയിക്കുക, ചേസ് ചെയ്യുന്നവരായിരിക്കോ? എന്താണ് പ്രതീക്ഷ? നിങ്ങൾ ഇന്ന് ചേസ് ചെയ്യുന്ന ടീമിനായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലെ ഈ 200 കുറവ് സ്കോർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ ഈ കാലത്ത് T20 മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 240 എന്ന സ്കോർ പോലും സേഫ് അല്ല. അപ്പം ഒരു ടീം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ഒരു ടീം തീർച്ചയായിട്ടും ഒരു 230 240 or 250, ആ ഒരു 230 to 240 എന്നുള്ള സ്കോർ നോക്കാനായിരിക്കും ശ്രമിക്കുക. പ്രധാനമായിട്ടും ഈ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സായി സുദർശൻ പ്ലസ് ഗില്ല് എന്നുള്ള ആ ഒരു കൂട്ടുകെട്ടാണ്. അവർ പുറത്താകുകയാണെങ്കിൽ ബട്ട്ലറും ഒരു പരിധിവരെ ആ ഒരു ഫോമിൽ ഒരു 15 ഓവർ, അവർ 3 പേരും ചേർന്ന് 15 ഓവർ വരെ ഇവരിൽ ആരെങ്കിലും ക്രീസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുജറാത്തിനാണ് അപ്പർ എഡ്ജുള്ളത്. മറുവശത്ത് RCB സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻമാർ ഒരുപാടുണ്ട്. രജത് പട്ടീദാർ അടക്കം, അല്ലെങ്കിൽ ടിം ഡേവിഡ് അടക്കമുള്ള താരങ്ങൾ. ഇപ്പം ഈ പടിക്കൽ പോലും ഒരു 2.0 ലൈനിലാണ് കളിക്കുന്നത്. വിരാട് കോഹ്ലിയാണ് നങ്കൂരിട്ട് കളിക്കുന്ന താരം. അതായത് ഗില്ലിനും സായി സുദർശനും പകരം വെക്കാൻ കഴിയുന്ന താരം വിരാട് കോഹ്ലിയാണ്. അപ്പം അദ്ദേഹം ഈ മത്സരത്തെ ചേസ് മാസ്റ്ററാണ് വിരാട് കോഹ്ലി. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലിക്ക് ഈ മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. IPL കിങ് അദ്ദേഹമാണ്. അപ്പോൾ കിങ് എങ്ങനെ കളിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ആയിരിക്കും. അദ്ദേഹം ചേസിങ് ആണെങ്കിൽ അദ്ദേഹം ആ കളി എങ്ങനെ, എത്ര ഓവർ വരെ അദ്ദേഹം ആ ക്രീസിൽ നിലനിൽക്കും, അതിനെ ആശ്രയിച്ചായിരിക്കും RCBയുടെ വിജയ കുതിപ്പ്.
അപ്പോൾ ഒരു പ്രഡിക്ഷൻ എന്തായാലും ഇല്ല. നിങ്ങൾ പറയൂ, നിങ്ങളൊരു പ്രഡിക്ഷൻ പറയും, ആര് ജയിക്കും? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ബംഗളൂരുവിനൊരു ചെറിയ എഡ്ജ് ഉണ്ട്, എങ്കിലും ഹോങ്കോങ് എന്ന നിലയിൽ ഗുജറാത്ത് മാജിക് കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും സമീർ ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? ഞാൻ എം എസ് കെ ഗുജറാത്ത് ഗുജറാത്ത് അപ്പൊ ഞാൻ RCB പറയും. തീർച്ചയായിട്ടും. അപ്പം 2 ഗുജറാത്തും ഒരു RCB ആണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് ആഴ്സണലിൻ്റെ നിരാശയുണ്ട്. PSG ആഘോഷം തുടരുകയാണ്. എങ്കിലും ആരാധകരോട്, അത് ഏത് ലോകത്തെ ആരാധകരായിട്ടുള്ള ഏത് രാജ്യത്തെ ആരാധകരായിക്കോട്ടെ, അവരോട് പറയാനുള്ളത് ഇന്നും ഒരു ഫൈനൽ നടക്കാൻ പോകുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്നത് ആഘോഷങ്ങൾ അത് അതിര് വിടരുത് എന്ന് മാത്രമാണ്. മികച്ചൊരു ഫൈനലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം വീണ്ടും കാണാം. നമസ്കാരം.